കന്നി കൂട്ട്. എല്ലാവർക്കും നല്ല സന്തോഷമാണല്ലോ. നമ്മുടെ അടുത്തിരിക്കുന്ന കൂട്ടുകാരെ നോക്കിയിട്ട് ഒന്ന് നല്ല സന്തോഷമുള്ളവർ ഒന്ന് അടുത്തിരിക്കുന്നവരെ നോക്കിയിട്ട് ഒന്ന് പുഞ്ചിരിക്കാവോ? സന്തോഷത്തോടെ. കൊള്ളാം. എല്ലാവരുടെ ഉള്ളിലും സന്തോഷമുണ്ട് അല്ലേ? അപ്പം നമ്മുടെ ഉള്ളിലുള്ള ഈ സന്തോഷത്തോടെ നമ്മുടെ കൂട്ടുകാരനോ കൂട്ടുകാരെയൊക്കെ നമ്മൾ നോക്കി പുഞ്ചിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്താ തോന്നുക? നമ്മുടെ ഉള്ളിലും നല്ല സന്തോഷം തോന്നും അല്ലേ? അതായത് നമ്മൾ സന്തോഷത്തോടെ മറ്റുള്ളവരുടെ അടുത്തേക്ക് പോകുമ്പോൾ മറ്റുള്ളവർക്ക് സങ്കടമാണെങ്കിൽ പോലും അവരുടെ ഉള്ളിൽ എന്ത് വന്നു നിറയും? സന്തോഷം വന്നു നിറയും. ഈ സന്തോഷം എന്ന് പറയുന്നത് ആര് തന്നതാ? ദൈവം തന്നതാണല്ലേ. ദൈവം ഇതുപോലെ ധാരാളം അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ഒരനുഗ്രഹം, ധാരാളം അനുഗ്രഹം തന്നിട്ടുണ്ട്. അതിൽ ഒരനുഗ്രഹം നിങ്ങളുടെ കയ്യിൽ ഞാനൊരു പേപ്പർ തരും. അതിൻ്റെ അകത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എഴുതണം. റെഡിയല്ലേ? ഓക്കെ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ദൈവം തന്നിട്ടുള്ള ഒരനുഗ്രഹം ഇതിൽ എഴുതണം. ഒരനുഗ്രഹം എഴുതിയാൽ മതി കേട്ടോ, ഒരെണ്ണം. എല്ലാവരും ഏഞ്ചലിന്റെ ജീവിതത്തിലുള്ള ഒരനുഗ്രഹമാണ് എഴുതിയേക്കുന്നത്. ദൈവം നല്ല അധ്യാപകരെ തന്നു. ഇസബൽ നല്ലൊരു കുടുംബം തന്നു. പാട്ട് പാടാൻ നല്ല കഴിവ് തന്നു. ചിത്രം വരയ്ക്കാൻ അനുഗ്രഹം തന്നിട്ടുണ്ട്. പ്രസംഗം പറയാൻ കഴിവ് തന്നു. ഓടാനും ചാടാനും ഒക്കെ കഴിവ് തന്നു. നല്ല സഹോദരങ്ങളെ തന്നു. നടക്കാൻ നല്ല കാല് തന്നിട്ടുണ്ട്. നല്ല വീട് തന്നു. നല്ല സ്നേഹമുള്ള മാതാപിതാക്കളെ തന്നു. ദൈവത്തെ സ്തുതിക്കാൻ നല്ല നാവ് തന്നു. നല്ല കൂട്ടുകാരെ തന്നു. പഠിക്കാൻ നല്ല സ്കൂള് തന്നു. പ്രാർത്ഥിക്കാൻ നല്ലൊരു ദേവാലയം തന്നു. കാണാൻ നല്ല കണ്ണുകൾ തന്നു. ഡാൻസ് കളിക്കാൻ നല്ല കഴിവ് തന്നിട്ടുണ്ട്. പഠിക്കാൻ നല്ല ബുദ്ധി തന്നിട്ടുണ്ട്. നോക്കിക്കേ, എന്തുമാത്രം അനുഗ്രഹങ്ങളാണ് തന്നേക്കുന്നത് അല്ലേ? അപ്പോൾ ഇതിനൊക്കെ നമ്മൾ നന്ദി പറഞ്ഞിട്ടുണ്ടോ ഈശോയ്ക്ക്? നമ്മൾ എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം. ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് 10 കുഷ്ഠരോഗികളുടെ ഒരു സംഭവം. ജെറുസലേമിലേക്ക് പോകുന്ന വഴിക്ക് 10 കുഷ്ഠരോഗികൾ അകലേ നിന്ന് കണ്ടു ഈശോയെ. എന്നിട്ട് അവരെന്ത് പറഞ്ഞു? എൻ്റെ യേശുവേ, ഞങ്ങളിൽ കനിയണമേ എന്ന് പറഞ്ഞു. അപ്പം ഈശോ ഇത് കേട്ട് അവരെ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ പോയിട്ട് നിങ്ങളെ തന്നെ നിങ്ങളുടെ പുരോഹിതന്മാർക്ക് കൊണ്ട് കാണിച്ചു കൊടുക്കാൻ. ഈ കുഷ്ഠരോഗികൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? വളരെ ശരീരം മുഴുവനും വ്രണം വന്ന് നമുക്ക് അടുത്തോട്ട് പോലും പോകാൻ പറ്റാത്ത വിധത്തിൽ വളരെ ഭീകരമായ ഒരു അവസ്ഥയാണ് കുഷ്ഠരോഗം എന്ന് പറയുന്നത്. അന്നത്തെ കാലത്ത് ഇതൊരു ശാപമായിട്ടായിരുന്നു കണ്ടത്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഇടയിലേക്ക് അവരെ വരുത്തുകയില്ല. അവർ മാറിപ്പോണം. ആൾക്കാരൊക്കെ വരുന്ന വഴി കൂടെ അവർക്ക് നടക്കാൻ യാതൊരുവിധ അനുവാദവുമില്ലായിരുന്നു. ഈശോയുടെ അടുത്ത് പോയാൽ അനുഗ്രഹം കിട്ടുന്ന കുഷ്ഠരോഗികൾക്കറിയാം. അപ്പോൾ അവർ അതാണ് അകലെ നിന്നുകൊണ്ട് തന്നെ അവർ കരഞ്ഞത്. അടുത്ത് വരാൻ അവർക്ക് പേടിയാണ്. കാരണം അവരെ കല്ലെടുത്തെറിയും. പിന്നെ അവർക്ക് ബുദ്ധിമുട്ടാകും. അപ്പോൾ ഇവർ ദൂരെ നിന്ന് പറഞ്ഞു, ഈശോയെ ഞങ്ങളെ രക്ഷിക്കണമേന്ന്, കനിയണമേന്ന് പറഞ്ഞു. അപ്പോൾ ഈശോ അങ്ങനെ പറഞ്ഞു. പോകുന്ന വഴിക്ക് പുരോഹിതനെ കാണാനായിട്ട് അവർ പോകുന്ന വഴിക്ക് സുഖം പ്രാപിച്ചു. എന്നിട്ട് എന്താ ബൈബിളിൽ പറയുന്നത്? 10 പേരിൽ ഒരാൾ മാത്രമേ വന്ന് നന്ദി പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഈശോ ചോദിക്കുന്നുണ്ട്, ഈ വിജാതീയനല്ലാതെ ഞാൻ മറ്റാരും തിരികെ വന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞില്ലല്ലോ എന്ന്. ഇതുപോലെ നന്ദിയുള്ളൊരു ഹൃദയത്തോടെ ദൈവത്തിൻ്റെ മുൻപിൽ നമ്മളായിരിക്കണം. ദൈവത്തിൻ്റെ മുമ്പിലായിരിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഈശോയെ നന്ദി. ഒരു കൊച്ചു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് നന്ദി പറയണം. എൻ്റെ പോലെ കൊച്ചു കാര്യങ്ങൾക്ക് കിട്ടുമ്പോഴും നമ്മൾ ഈശോയോട് നന്ദി പറയണം. ഇപ്പം നമ്മൾ തന്നെ നമ്മുടെ കൂട്ടുകാർക്ക് ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്യാറുണ്ടല്ലേ? പേന കൊടുത്തു കഴിയുമ്പോൾ സന്തോഷം തോന്നും അല്ലേ? അപ്പം ഇതുപോലെ തന്നെയാണ് ധാരാളം അനുഗ്രഹം ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് തന്നിട്ടുണ്ട്. അപ്പം എല്ലാ കുഞ്ഞു കുഞ്ഞു അനുഗ്രഹങ്ങൾക്കും ഈശോയെ നന്ദി എന്നൊന്നും നമ്മൾ പറയാൻ പഠിച്ചേ. ഇനി നമ്മൾ നടക്കുന്ന വഴിക്ക് ഈശോയെ നന്ദി, എനിക്ക് നടക്കാൻ നല്ല കാലുകൾ തന്നല്ലോ, കാണാനായിട്ട് എനിക്ക് നല്ല കണ്ണുകൾ തന്നല്ലോ, ജോലി ചെയ്യാനായിട്ട് എനിക്ക് നല്ല ആരോഗ്യമുള്ള കൈകൾ തന്നല്ലോ. ഇനിയുള്ള നമ്മുടെ ജീവിതത്തിൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്?
കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വരുമ്പോഴും ഈശോയ്ക്ക് നന്ദി പറയണം. ഇപ്പം നന്നായിട്ടൊരു പരീക്ഷ എഴുതി, അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു റിസൾട്ട് വന്നു കഴിയുമ്പോൾ എന്താ പറയും? എല്ലാവരോടും പോയി പറയും. പക്ഷേ നമ്മൾ ആരോട് നന്ദി പറയാൻ മറന്നു പോകുന്നു പലപ്പോഴും? ദൈവത്തോട്. നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തോട് നന്ദിയും പറയണം. ഒരു കൊച്ചു കാര്യം വരുമ്പോഴും നമ്മൾ നന്ദി പറയാൻ പഠിക്കണം.